കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജനന സർട്ടിഫിക്കറ്റിലെ പിതാവിൻ്റെ പേര് തിരുത്തുവാനായിട്ട് DNA റിപ്പോർട്ട് വേണം എന്ന് പറയുന്ന ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പിതൃത്വം തെളിയിക്കുന്ന DNA പരിശോധന റിപ്പോർട്ടും കോടതി വിധിയും ഇല്ലാതെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേര് തിരുത്താൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജനന മരണ രജിസ്റ്ററിൽ വന്ന ക്ലറിക്കൽ പിശകുകളോ ക്രമക്കേടിലൂടെ ചേർത്ത വിവരങ്ങളോ ഔപചാരിക മാതൃകയിൽ വന്ന തെറ്റുകളോ തിരുത്താനുള്ള അധികാരം മാത്രമാണ് രജിസ്ട്രാർക്കുള്ളത്. വിചാരണ നടപടിക്രമങ്ങളും കോടതി അംഗീകാരവും ആവശ്യമായ പിതൃത്വ തർക്കങ്ങളുടെ കാര്യത്തിൽ തിരുത്തൽ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതായത് ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ മുനിസിപ്പാലിറ്റിയിലെ മകൻ്റെ ജനനം രജിസ്റ്റർ ചെയ്ത രേഖയിൽ പിതാവിൻ്റെ സ്ഥാനത്ത് തൻ്റെ പേര് മാറ്റി മറ്റൊരാളുടെ പേര് വെച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. വേർപിരിഞ്ഞ ഭാര്യയും കാമുകനും നൽകിയ അപേക്ഷയിലായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ നടപടി. പരസ്പര ബന്ധത്തിനു സാഹചര്യമില്ലെന്നു തെളിയാത്തിടത്തോളം വിവാഹം നിലനിൽക്കെ ജനിക്കുന്നതോ വിവാഹം പിരിഞ്ഞ് 280 ദിവസത്തിനകം ജനിക്കുന്നതോ ആയ കുട്ടി ഭർത്താവിൻ്റെതായി കണക്കാക്കുമെന്നാണ് കേരള ജനന മരണ രജിസ്ട്രേഷൻ ചട്ടങ്ങളിൽ തെളിവ് നിയമം 112 വകുപ്പിൽ പറയുന്നു. തദ്ദേശ വകുപ്പിൻ്റെ 2015 ഡിസംബർ 16 സർക്കുലർ അനുസരിച്ചു പിതാവിൻ്റെ പേര് മാറ്റാൻ DNA ടെസ്റ്റ് റിപ്പോർട്ട്, നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ധാരണാപത്രം, കോടതി വിധി ഇതൊക്കെ വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാനിക്കാതെ പേര് മാറ്റിയത് തെറ്റാണെന്നും അപേക്ഷ പുനഃപരിശോധിച്ച് നിയമാനുസൃതം നടപടിയെടുക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഇങ്ങനെയാണ്. 2010 മെയ് 26 ഹർജിക്കാരൻ്റെ വിവാഹം. 2011 മാർച്ച് 7 മകൻ ജനിച്ചത് രജിസ്റ്റർ ചെയ്തു. പ്രസവശേഷം സ്വയം വീട്ടിലേക്ക് പോയ ഭാര്യയെ കുഞ്ഞിനൊപ്പം പിന്നീട് കാണാതായി. ഹർജിക്കാരൻ നൽകിയ ഹേബിയസ് പരാതിയിൽ ഭാര്യ ഹാജരായെങ്കിലും കാമുകനൊപ്പം ജീവിക്കണമെന്ന് അറിയിച്ചതോടെ കോടതി കേസ് തീർപ്പാക്കി ഇരുവരും തമ്മിൽ വേർപിരിയുകയും ചെയ്തു. ബന്ധം പിരിഞ്ഞ ഭാര്യയും കാമുകനും അപേക്ഷ നൽകി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേരു മാറ്റിയ വിവരം പിന്നീട് വിവരാവകാശ നിയമപ്രകാരമാണ് ഹർജിക്കാരൻ അറിഞ്ഞത്. തന്നെ അറിയിക്കാതെ തിരുത്തിയെന്ന് ആരോപിച്ച് കോടതിയിലെത്തി. ആശുപത്രി രേഖയും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും 2 വ്യക്തികളുടെ സാക്ഷ്യപ്പെടുത്തലും കുട്ടിയുടെ SSLC രേഖയും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ തിരുത്തൽ വരുത്തിയതെന്ന് മുനിസിപ്പാലിറ്റി വിശദീകരിച്ചു. എന്നാൽ ഇവിടെ വിവാഹം നിലനിൽക്കെയാണ് കുട്ടി ജനിച്ചതെന്ന് കോടതി വിലയിരുത്തി. പിതൃത്വം സംബന്ധിച്ചു മറിച്ചുള്ള വാദങ്ങളോ വിധികളോ ഇല്ലാത്ത സ്ഥിതിക്ക് നിയമാനുസൃതം അന്നത്തെ ഭർത്താവ് തന്നെയാണ് പിതാവ്. രജിസ്റ്ററിൽ ആദ്യം എഴുതിയത് ക്ലറിക്കൽ പിശകാണെന്നോ ക്രമക്കേട് ആണെന്നോ ആക്ഷേപമില്ല. നിയമവ്യവസ്ഥയും സർക്കുലറും മാനിക്കാതെ തിരുത്തിയത് തെറ്റാണെന്ന് പറഞ്ഞ് കോടതി അത് റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു കോടതി വിധി വന്നതുകൊണ്ടാണ് നമ്മൾ ഈ സംഗതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് 112 വകുപ്പ് എന്ന് പറയുന്നതും 2015 ഡിസംബറിലെ തദ്ദേശ വകുപ്പിൻ്റെ സർക്കുലറും നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലയളവിലും ഡിവോഴ്സായി 289 ദിവസത്തിനുള്ളിലും ഈ പെൺകുട്ടിക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആരും മുഖാന്തരം ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആ കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും ആ കുട്ടിയുടെ പിതാവ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഈ കാമുകിൽ നിന്നുമാണ് ഈ കുട്ടി ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ആ കുട്ടിയുടെ പിതൃത്വം എന്ന് പറയുന്നത് ആർക്കാണ്? ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടുള്ള ആ വ്യക്തിയിൽ തന്നെയാണ് വരിക. അപ്പോൾ ലെജിറ്റിമേറ്റ് ആണെങ്കിലും ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും ഇയാൾ തന്നെയാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടത്, ചെലവിന് പൈസ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.